ഈമാനിന് പ്രധാനപ്പെട്ട ചില അടിസ്ഥാനങ്ങളുണ്ട്. അത് മനസ്സിലാക്കി വെച്ചാൽ നമ്മളും നമ്മുടെ തലമുറയും വഴിവഴിച്ചു പോവില്ല. ജൂതന്മാര് മുസ്ലിം ആവാതിരുന്നതിൻ്റെ കാരണം അള്ളാഹുവിൽ വിശ്വാസമില്ലായിട്ടല്ല, മുഹമ്മദ് നബിയിൽ വിശ്വാസമില്ലായിട്ടാണ്. ക്രിസ്ത്യാനികൾ കാഫിറായതിൻ്റെ കാരണം അള്ളാഹുവിൽ വിശ്വാസമില്ലായിട്ടല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ അമീനാണ് എന്ന് വിശ്വാസമില്ലായിട്ടുമല്ല, നീതിമാനാണ് എന്ന് വിശ്വാസമില്ലായിട്ടുമല്ല, കഅബ പുതുക്കി പണിയുമ്പോൾ ഹജറുൽ അസ്വദ് അവിടെ തന്നെ വെക്കാൻ മുസ്തഫായ നബി തങ്ങളെക്കാൾ ഫിറ്റായ വേറൊരാളുണ്ട് എന്ന് ക്രിസ്ത്യാനികൾക്ക് അഭിപ്രായം ഉണ്ടായിട്ടുമല്ല, റസൂലാകാൻ മാത്രമൊക്കെ ഉണ്ടോ എന്ന് തോന്നിയിട്ടാണ്. മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന് പറയുന്ന ആള് 5 വക്തിനും മദീനത്തെ പള്ളിയിൽ ജമാഅത്തിന് വന്നിരുന്ന ആളാണ്. നിസ്കരിച്ചതുകൊണ്ട് ഈമാൻ എന്ന് പറയാനും പറ്റൂല. അങ്ങനെയാണെങ്കിൽ മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂലിന് ഈമാൻ എന്ന് പറയേണ്ടി വരും. അയാൾ മദീനത്തെ പള്ളിയിലെ എല്ലാ വക്തിനും ജമാഅത്തിന് വന്നിട്ടുണ്ട്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തുടർന്നുകൊണ്ട് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നു. നബി തങ്ങൾ എത്തിയപ്പോഴേക്കും അയാളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറവ് ചെയ്യാൻ വേണ്ടി ഖബറിലേക്ക് ഇറക്കിയിരുന്നു. നബി തങ്ങൾ ഇങ്ങനെ ചെന്നിട്ട് വേഗം ഖബർ കണ്ടിറങ്ങി. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂലിനെ തൻ്റെ കാലിൻ്റെ തുടമക്ക് ഇങ്ങനെ വാങ്ങി വെച്ചിട്ട് ഖബർ കണ്ടിറക്കിയപ്പോൾ ശരീരത്തിലുണ്ടായിരുന്ന ഒരു പുതപ്പെടുത്തിട്ട് അയാൾക്ക് പൊതിച്ചു കൊടുത്തു. അങ്ങനെയും കഴിച്ചിലേക്കോട്ടെ എന്ന് എഴുതിയിട്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാത്സല്യമാണ്. അയാളെ മറവ് ചെയ്ത് പോരണ സമയത്ത് ഒരായത്തിറങ്ങി, നബിയേ ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ലൻ യഗ്ഫിറല്ലാഹു ലഹും. അയാൾക്ക് പുറത്തു കൊടുക്കണമെന്ന് നിങ്ങൾ 70 പ്രാവശ്യം പറഞ്ഞാലും ഞാൻ അയാൾക്ക് പുറത്തു കൊടുക്കില്ല നബിയേ എന്ന ആയത്തിറങ്ങി. അയാൾ മദീനത്തെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിരുന്ന ആളാണ്. നബി തങ്ങളുടെ ബാക്കിൽ മഅ്മൂമാണ്. അപ്പൊ ഈമാനിന് ഇതൊന്നും അല്ലാത്ത ചില അടിസ്ഥാനങ്ങളുണ്ട്. ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് എടുത്തത് ഒരു സ്ത്രീയായിരുന്നു, സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ മരണപ്പെടുന്നത് വരേക്കും നിസ്കരിച്ചിട്ടില്ല. ഇതിൻ്റെ അർത്ഥം ഇന്ന് മുതൽ നിങ്ങളെല്ലാവരും നിസ്കാരം നിർത്തിക്കാളി എന്നൊന്നുമല്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ നിസ്കരിച്ചിട്ടില്ല. കാരണം നിസ്കാരം നിർബന്ധമായിട്ടില്ല. അല്ലാഹു തആലാക്ക് എന്തേ ഇഖ്റ ബിസ്മി ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഒപ്പം നിസ്കാരത്തിൻ്റെ ആയത്തും കൂടി ഇറക്കാൻ അത്ര വലിയ പണിയുണ്ടായിരുന്നോ? നിസ്കാരത്തേക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് ആദ്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിസ്കാരം പിന്നെ പറഞ്ഞത്. സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹാ ജീവിതത്തിൽ ഒരിക്കലും നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല. കാരണം ഖദീജ ബിയുടെ വഫാത്തിന് ശേഷമാണ് നോമ്പ് നിർബന്ധമായത്. സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹാ ഒരിക്കൽ പോലും ഹജ്ജ് ചെയ്തിട്ടില്ല. ഇസ്ലാമിൽ ആദ്യത്തെ മെമ്പർഷിപ്പ് എടുത്ത ആളാണ് സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹാ. പിന്നെ എന്താണ് ഖദീജ ബീവിൻ്റെ പ്രത്യേകത എന്നാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. അത് കിട്ടിയാൽ ഇസ്ലാം ദീനിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്താന്ന് നമുക്ക് കിട്ടും. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്, പരിശുദ്ധമായ ഇസ്ലാം ദീൻ പ്രബോധനം ചെയ്യുന്ന തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന തൗഹീദ് അല്ല. ഞാൻ തെറ്റി പറഞ്ഞതല്ല, ഞാൻ കൽപ്പിച്ചുട്ടി പറഞ്ഞത് തന്നെയാണ്. ഇസ്ലാം ദീൻ പ്രബോധനം ചെയ്യുന്ന തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് അല്ല. പിന്നെ ഏത് തൗഹീദാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് അള്ളാഹുവിൻ്റെ റസൂലാണോ
ആ അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ഇബാദത്ത് ചെയ്യാൻ അർഹനായ ആരുമില്ല എന്നു തന്നെ വിശ്വസിക്കണം. അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ചാൽ നമ്മൾ പറയുന്ന തൗഹീദ് ആവൂല. മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ദൗർഭാഗ്യവശാല് മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമുണ്ടാവാറുള്ളത് രണ്ട് സമയത്താണ്. ദൗർഭാഗ്യവശാൽ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കം ഉണ്ടാകുക രണ്ട് സമയത്താണ്. ഒന്ന് റമളാൻ മാസത്തില്, ഒന്ന് റബീഉൽ അവ്വലില്. റമളാൻ മാസത്തിലെ ആൾക്കാർക്ക് തോനെ കൂലി കിട്ടുമല്ലോ. 20 നിസ്കരിച്ചിട്ട് അഥവാ സ്വർഗത്ത് പോയാലോ വേണ്ട 8 മതി എന്ന് പറയും ചില ആൾക്കാർ. പരമാവധി ആണെങ്കിൽ 11 മതി, അതിൻ്റെ മേലേക്ക് ദയവേത് നിസ്കരിച്ചരുതേ നരകത്ത് പോവും എന്നൊക്കെ പറയും ചിലവർ. റമളാൻ മാസം ആയുള്ളൊരു കുഴപ്പമാണ്. റബീഉൽ അവ്വൽ ആയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനായി കിട്ടായിട്ടുള്ള ഇടങ്ങേറ്, അള്ളാഹ് റസൂലിന്റെ വാപ്പ നരകത്തിലാകായിട്ടാണ് ചിലർക്ക് ഇടങ്ങേറ്, മുസ്തഫ നബി തങ്ങളുടെ അമ്മ നരകത്തിലാകായിട്ടാണ് വേറെ ചിലർക്ക് ഇടങ്ങേറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ മനുഷ്യനായി കിട്ടായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മളതിലൊന്നും ബേജാറാകേണ്ട കാര്യമില്ല. കാരണം ഒരാളുണ്ടായിരുന്നു, പണ്ട് ജീവിച്ച ഒരാൾ സൗദി അറേബ്യയിൽ. അയാളിങ്ങനെ ഒരിക്കലൊരു വർത്താനം പറഞ്ഞു, ഞാൻ ഈ കുത്തി നടക്കുന്ന വടി മുഹമ്മദിനേക്കാൾ ഉപകാരമുള്ളതാണ്. കാരണം മുഹമ്മദ് മരണപ്പെട്ടിട്ടുണ്ട്, എൻ്റെ ഈ വടി ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. പേരും അഡ്രസ്സും ഞാൻ പറഞ്ഞില്ല, പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആളെ. ഒരു സത്യം ഞങ്ങളോട് പറയട്ടെ, ഇബ്ലീസ് നൊലോളിച്ചത് ആകെ 4 സമയത്തേ ഉള്ളൂ. ഭയങ്കര ധൈര്യമാണ് ഇബ്ലീസിന് ലഅനത്തുല്ലാഹി അലൈഹി, ഹലാക്കിന്റെ ധൈര്യമാണ്. പക്ഷെ അദ്ദേഹം കരഞ്ഞത്, ആ ചങ്ങായി കരഞ്ഞത് ആകെ 4 സമയത്ത് മാത്രമാണ്. ഒന്ന് ഹീന ലുഇന, വാനലോകത്ത് വെച്ച് ശപിക്കപ്പെട്ടവനേ എന്ന് അല്ലാഹു തആല പറഞ്ഞപ്പോൾ ഓനാട് നൊലൊളിച്ചു, ഭയങ്കര നൊലൊളി. രണ്ടാമത്തേത് ഹീന ഹുബിത, അല്ലെങ്കിൽ ഹീന സുഖിത, വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയപ്പോഴും അവൻ കരഞ്ഞു. ആദ്യം കരഞ്ഞത് ശപിച്ചപ്പോ, രണ്ടാമത് കരഞ്ഞത് ഭൂമിയിലേക്ക് ഇറക്കിയപ്പോ, മൂന്നാമത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കരഞ്ഞത് ഹീന ഉലിദ ഹബീബുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോഴാണ്. റബീഉൽ അവ്വൽ 12 എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഒരു ചൊറിച്ചില. അതിപ്പോ എന്താ 12 ഇത്ര പ്രത്യേകത എന്നാ വേണ്ട 13 മൈക്കക്കാർക്ക് 13 ഒഴിവുണ്ടാവും. അത് ചെയ്യണില്ലല്ലോ. വേണ്ടങ്ങൾ 14 ആയിക്കോളി, നമുക്കൊരു വിരോധമില്ല. ഇനി റബീഉൽ ആഖിറിലെ ഒഴിവിട്ടിയോളെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്തോളി, ചെയ്യാതെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ളതാണ്. നാലാമത് ഇബ്ലീസ് കരഞ്ഞത് എപ്പോഴാണ്? ഹീന ഉൻസില സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോഴാണ് ശൈത്താൻ പിന്നീട് കരഞ്ഞത്. ഞാൻ കുറേ ആലോചിച്ച് നോക്കി, സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോൾ എന്താ ഈ ചങ്ങായിക്ക് ഇത്ര നൊരൊളിച്ചാൽ മാത്രമേ ഉള്ളത്. പിന്നെ നമ്മളിങ്ങനെ വലുതായി കുറേ സദസ്സിലൊക്കെ ഇങ്ങനെ ചെന്നപ്പോൾ മനസ്സിലായി എന്താണ് ഇപ്പം നൊരൊളിക്കണതിൻ്റെ കാരണം എന്ന്. കുറേ ആൾക്കാരിങ്ങനെ വർത്താനം പറഞ്ഞു ഇങ്ങനെ ഇരിക്കണതിൻ്റെ ഇടയിൽ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ 4 ആൾക്കാരാണ് നീച്ചു പോവും, 2-3 ആൾക്കാരാണ് നീച്ചു പോവും. അപ്പോഴാണ് മനസ്സിലായത് ഇത് ഇത്ര നൊരൊളിക്കാൻ മാത്രമുള്ളൊരു സംഗതിയാണ് ഈ ഫാത്തിഹ എന്ന്. നമ്മളെന്താ ചെയ്യാം, എനിക്ക് പോകാണ്ട് നേരം വെക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കണതിൻ്റെ ഇടയിൽ ഒരാൾ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പോകാൻ തീരുമാനിക്കും. വേറെ ചില ആൾക്കാർ 3 ആൾക്കാർ എന്തായാലും അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങും. അപ്പൊ ശൈത്താന് വലിയൊരു അസ്വസ്ഥതയുള്ള സാധനമാണ് ഫാത്തിഹ എന്ന് പിന്നെ മനസ്സിലായി.